السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ ഡോക്ടർ മാഹിറുൽ മഅഖിലിയാണ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച വിഷയത്തോട് പല കാര്യങ്ങളിലും തുല്യതയുള്ളതായ ഭാഗം മദീനയിൽ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ച സംസാരത്തിലും കാണാവുന്നതാണ്. മാഹിറുൽ മഅഖിലിയുടെ സംസാരം ആരംഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നടത്തിയ യുദ്ധമാകുന്ന ഗസ്വത്ത് തബൂക്ക് എന്ന ആ യുദ്ധത്തിലേക്ക് സൂചന നൽകിയും കൊണ്ട് നിയ്യത്തിലൂടെ പലതും സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ്. റജബ് മാസത്തിൽ നടത്തിയതായ ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബുവത്ത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സംഭവിച്ചത്. വളരെ പ്രയാസമുണ്ടായിരുന്ന യുദ്ധമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ ഉസ്റത്തിന്റെ ടൈം എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രയാസം അങ്ങേ അറ്റത്തെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ ഒരു യുദ്ധമായിരുന്നു. സാദിൽ ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും സാമ്പത്തിക ശേഷിയിലും എല്ലാം സഹാബാക്കൾ പ്രയാസപ്പെടുന്ന സന്ദർഭവും, അതുപോലെ തന്നെ അന്തരീക്ഷം വളരെ ചുട്ടുപഴുത്ത വളരെ പ്രയാസമുള്ള ചൂടായിരുന്നു. ആ സന്ദർഭത്തിലാണ് അവർ യുദ്ധം ചെയ്തത്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിനെ തൊട്ട് തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട സന്ദർഭത്തിൽ സംഭവിച്ചതായ സംഭവവികാസങ്ങളെ കുറിച്ച് അവര് ഒട്ടകത്തെ അറുത്ത് ഭക്ഷണമില്ലാത്തതിന് വേണ്ടിയല്ല, വെള്ളം കിട്ടാത്തത് കാരണത്താൽ ആ വെള്ളത്തിന് വേണ്ടി സഹാബാക്കൾ ഒട്ടകത്തെ അറക്കാറുണ്ടായിരുന്നു. അത്രയും പ്രയാസപ്പെട്ടിരുന്നു എന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ പ്രശ്നം അഥവാ സഹാബാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സഹാബാക്കൾ യുദ്ധം ചെയ്തതായ തബൂക്ക് യുദ്ധം നടത്തിയതായ സന്ദർഭത്തിൽ, തബൂക്ക് യുദ്ധത്തിന് പോയതായ സന്ദർഭത്തിൽ നബിയോട് കൂടി പോകാൻ പറ്റാത്തതായ സഹാബാക്കൾ മദീനയിൽ വെച്ചിട്ട് അവർക്ക് ഉസ്റുള്ളത് കാരണത്താൽ, അവർക്ക് ഒഴിവ് കിഴിവുള്ളത് കാരണത്താൽ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവർക്ക് വേണ്ടി ആയത്തിറക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുകയും, ഇന്ന ഫിൽ മദീനത്തി അഖ്വാമൻ മാ ഖതഅതും വാദിയൻ ഇല്ലാ ശാറകൂകും അൽ അജ്ർ, മദീനയിൽ ഒരു വിഭാഗം നിങ്ങളോട് കൂടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് വരാൻ സാധിക്കാത്തത് കാരണത്താൽ അവർ പിന്തിയതാണ്. തന്നിമിത്തം അവരുടെ നീയത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ളതായ നീയത്തായത് കാരണത്താൽ തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തതായ അഥവാ സഹാബാക്കൾ ചെയ്തതായ ആ പ്രയാസത്തോടു കൂടി ചെയ്ത യുദ്ധം, ആ യുദ്ധത്തിന്റെ പ്രതിഫലം, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് പോയ പോക്കിന്റെ പ്രതിഫലം, യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ അനുഭവിച്ച കഷ്ടതയുടെ പ്രതിഫലം എല്ലാം അവർ വീട്ടിൽ ഇരുന്നു കൊണ്ടേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരുന്നു, അവരുടെ മേലിൽ എഴുതിക്കൊണ്ടേയിരുന്നു. കാരണം അവര് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് കൂടി യുദ്ധം ചെയ്യണമെന്ന നിർബന്ധമുണ്ടായവരായിരുന്നു. അപ്പോൾ നിയ്യത്തിന് ഇത്രയും വലിയ പ്രാധാന്യമുണ്ട് എന്നത് അറിയിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയായിരുന്നു മക്ക ഇമാമ് ഈ ഭാഗം ഉണർത്തിയത്. അതുപോലെ തന്നെ എത്രയോ പേര് സുബ്ഹാനല്ലാഹ് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സലഫ് സാലിഹ്യങ്ങൾ നിയ്യത്തിനെ അവര് യതഅല്ലമൂന നിയ്യത ലിൽ അമൽ കമാ യതഅല്ലമൂനൽ അമൽ, ഒരാള് അമൽ ചെയ്യാൻ വേണ്ടി നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ളതായ ദീനി വിധികൾ കൽപ്പനകൾ പഠിക്കുന്നത് പോലെ നിയ്യത്തും അവർ പഠിക്കാറുണ്ടായിരുന്നു. എത്രമാത്രം ക്ലിയർ ആയിരിക്കണം നിയ്യത്ത്, എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം നാം അള്ളാഹുവിന് ചെയ്യേണ്ടതായ അമലുകളെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവര് പഠിക്കുകയും അതിന് അവർ പ്രാധാന്യം നൽകുകയും ഉണ്ടായിരുന്നു എന്ന് സലഫ് സാലിഹ്യങ്ങളുടെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റുബ്ബ അമലിൻ കബീരിൻ തുസഗിറുഹു നിയ്യ, എത്രയോ വലിയ വലിയ അമലുകൾ
ആ അമലുകളെ നിയ്യത്ത് ചെറുതാക്കും. നിയ്യത്ത് വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ, കരുതിയില്ലെങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയാൽ വലിയ അമല് ചെറുതാകും. അതുപോലെ തന്നെ എത്രയോ ചെറിയ അമലുകൾ വളരെ നല്ല നിയ്യത്തോടു കൂടിയാകുമ്പോൾ ആ നിയ്യത്ത് കാരണത്താൽ ആ ചെറിയ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ വലുതായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിയ്യത്ത് വളരെ ക്ലിയർ ആവുക എന്നത് വളരെ മുഖ്യമാണ് നാം ചെയ്യുന്നതായ സർവ്വ അമലുകളിലും എന്നതാണ് മക്ക ഇമാമ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞു പോയതായ ഉമ്മത്തുകളിൽ ഒരു വ്യക്തി 100 പേരെ വധിച്ചതും 100 പേരെ പൂർത്തിയാക്കിയ ശേഷം ആദ്യം 99 പേര്, പിന്നെ 100ാമത്തെ വ്യക്തിയെ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തതിലുള്ള ആത്മാർത്ഥത, അതിലുള്ള സിദ്ഖ്, അതിലുള്ള സത്യസന്ധത കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ തൗബയെ സ്വീകരിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതായ സംഭവം നീട്ടി വലിച്ച് ബുഖാരി പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭാഗമാണ്. അതും ഇന്ന് മക്ക ഇമാമ് നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ ഉഹദ് യുദ്ധത്തിന് വേണ്ടി വന്നതായ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി പെട്ടെന്ന് മുസ്ലിം ആവുകയും എന്നിട്ട് റസൂലെ, ഞാനിത് മുസ്ലിമായിരിക്കുകയാണ്, സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്, എനിക്ക് യുദ്ധത്തിന്റെ പ്രാധാന്യം അറിഞ്ഞു, അതുകൊണ്ട് ഈ അള്ളാഹുവിന് വേണ്ടിയുള്ളതായ പോരാട്ടത്തിൽ എനിക്ക് പങ്കെടുക്കണം, അതിനുള്ള ചാൻസ് നിങ്ങൾ എനിക്ക് തരണം റസൂലെ എന്ന് ആവശ്യപ്പെടുകയും ഇസ്ലാമിൽ പ്രവേശിച്ച ഒരൊക്ത് നിസ്കരിക്കാത്ത ആ സഹാബിക്ക് ഉഹദ് പോർക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയത് അദ്ദേഹത്തിന്റെ നിയ്യത്ത് അത്രയും സിദ്ഖോട് കൂടിയുള്ള, സത്യസന്ധതയോട് കൂടിയുള്ള, ആത്മാർത്ഥതയോട് കൂടിയുള്ള ആ അമലായത് കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകിയെന്നും അദ്ദേഹം ഒരൊക്ത് നിസ്കരിക്കാൻ ചാൻസ് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തൗബ ചെയ്ത ഉടനെ അഥവാ മുസ്ലിമായ ഉടനെ അദ്ദേഹം പോർക്കളത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഷഹീദാവുകയും അതോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന്റെ ആ ക്ലിയറായ ആത്മാർത്ഥത, ആ നിയ്യത്ത് അദ്ദേഹത്തിന് ഫലപ്രദമാവുകയും ചെയ്തു എന്ന സംഭവവും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതായ ആ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ആത്മാർത്ഥതയും നിയ്യത്തും അത് പരലോകത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഫലം വളരെ വിശാലമായ ഫലമാണ്. ഒമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഒരാള് പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പരലോക മോക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ നിയ്യത്ത് ക്ലിയറായ നിയ്യത്തോടു കൂടി ഒരാൾ അമൽ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ നമുക്ക് സന്തോഷവാർത്ത നൽകുകയാണ്. ഒമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. അള്ളാഹുവിനെ കൊണ്ടുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി ഒരാൾ പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള അമലുകൾ, സൽക്കർമ്മങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കുന്നതും അതിന് നന്ദി പ്രകടിപ്പിക്കുന്നതും അതിന് തക്കതായ പ്രതിഫലം നൽകുന്നതുമാണ് എന്ന ആയത്തും മക്ക ഇമാമ് പറഞ്ഞ കൂട്ടത്തിൽ ഓതുകയുണ്ടായി. എന്നാൽ ഇവിടെ നമുക്ക് നിയ്യത്ത് കൊണ്ടുള്ള പ്രത്യേകത, വിശ്വാസം ക്ലിയർ ആവുക, നമ്മുടെ കരുത്ത് ക്ലിയർ ആവുക എന്നതുകൊണ്ടുള്ള നേട്ടമാണ് ഇമാമ് വിശദീകരിച്ചു വരുന്നത്. നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ രാത്രി ഉണർന്ന് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കണം എന്ന നല്ല കെട്ടുറപ്പുള്ള നിയ്യത്തോടുകൂടി അഥവാ ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ഒരാൾ ഉറങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിന് ഉണരാൻ പറ്റിയില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിച്ച പ്രതിഫലം എഴുതപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനെയുള്ള നല്ല ശുദ്ധ നിയ്യത്തോടു കൂടിയാണ് ഉറങ്ങിയത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ഉറക്കത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും അല്ലാഹു സദഖയായി, ധർമ്മമായി അവനിൽ നിന്നിട്ട് സ്വീകരിക്കുന്നതാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നിയ്യത്ത് വളരെ ക്ലിയർ ആയിരിക്കണം എന്നത് മുഖ്യമാണ്. നമ്മുടെ അമലുകളിലൊക്കെ നാം ഒക്കെ നിസ്കരിക്കാൻ നിൽക്കുന്ന വേളയിൽ നമ്മുടെ നിയ്യത്തൊക്കെ അള്ളാഹുവിന് കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ നമസ്കാരത്തെ ആത്മാർത്ഥമായി നമസ്കരിക്കണമെന്ന കരുത്തോടു കൂടിയാണ് നാം പ്രവേശിച്ചതെങ്കിൽ നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നാം അള്ളാഹുവിന്റെ കൂടിയായിരിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ക്ലിയറായ നിയ്യത്ത് നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കാത്തത് കാരണത്താൽ നാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രവേശിച്ച ശേഷം ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, അതുപോലെ നാം ചെല്ലേണ്ടതായ ദിക്റുകൾ ചെല്ലുമ്പോൾ അശ്രദ്ധരായിട്ടാണ് നമ്മിൽ നിന്നിട്ട് പലരും അത് നിർവഹിക്കാറുള്ളത്. ഖുശൂഅോ ഖുദൂഅോ ഭക്തിയോ ഒന്നും തന്നെ നമ്മുടെ നമസ്കാരത്തിൽ അധികവും ഉണ്ടാവാറില്ല. കാരണം എന്താണ്? നിയ്യത്ത് വേണ്ടതുപോലെ ക്ലിയർ ആയിട്ടില്ല. ഇഖ്ലാസോടുകൂടി നമ്മുടെ ആ അമൽ ചെയ്യാൻ വേണ്ടി
വഴിയുള്ള പ്രവേശനം നമ്മിൽ നിന്നിട്ട് ഉടലെടുത്തിട്ടില്ല എന്നതിലേക്ക് തെളിവാണ്. അള്ളാഹു പറയുന്നു ഖുർആനിൽ, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രികുഹുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ഞാൻ ഹിജ്റ ചെയ്യുന്നു എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ പുറപ്പെടുന്നതായ വ്യക്തി വഴിമധ്യ വെച്ചിട്ട് മരണപ്പെട്ടു പോയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം എഴുതപ്പെട്ടു, അതവൻ മുഹാജിറാണ് എന്നത് കുറിക്കപ്പെട്ടു, അവന് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുകയും ചെയ്യും എന്നതാണ്. ഇത് ഖുർആൻ സ്ഥാപിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് നിയ്യത്തിന്റെ ബർക്കത്തിന്റെ ഭാഗമാണ് അല്ലത്തി തൻഫഉ സാഹിബഹ, അതിന്റെ ഉടമക്ക് പ്രതിഫലം ലഭിക്കുന്ന, ഫലം ലഭിക്കുന്നതായ ഭാഗമാവൽ നിയ്യത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വേണ്ടതുപോലെ പ്രതിഫലം ലഭിക്കുക. മുൻപുള്ള ഉമമുകളിൽ അഥവാ സമൂഹങ്ങളിലെല്ലാം സദഖ ചെയ്തതായ ഒരു വ്യക്തിയെക്കുറിച്ച് ഹദീസിൽ വന്നതായ ഭാഗം ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ഒരു മനുഷ്യൻ നല്ല നിയ്യത്തോടു കൂടി ധർമ്മവുമായി ചെന്നു, പക്ഷേ ആരും അറിയരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായ ആ ധർമ്മത്തെ, ആ സദഖയെ നൽകുകയുണ്ടായി 3 പേർക്ക്. നൽകിയപ്പോൾ അദ്ദേഹം ആരും അറിയരുത് എന്ന തീരുമാനമുള്ളത് കൊണ്ടും അദ്ദേഹം വളരെ അവ്യക്തമാക്കി അള്ളാഹുവിന്റെ അടുക്കൽ തക്കതായ പ്രതിഫലം ലഭിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തതുകൊണ്ടും അദ്ദേഹം കൊടുത്തതായ ആ സദഖ അവസാനം മനസ്സിലാക്കാൻ പറ്റിയത് ഒന്ന് വ്യഭിചാരിണിക്കായിരുന്നു, മറ്റൊന്ന് കഴിവുള്ള വ്യക്തിക്കായിരുന്നു, മൂന്നാമത്തത് കക്കുന്ന വ്യക്തിക്കായിരുന്നു എന്നതാണ്. അങ്ങനെ 3 വ്യക്തിക്കും അർഹതയില്ലാത്ത ആൾക്കായി പോയല്ലോ ഞാൻ കൊടുത്തു പോയത് എന്നത് കൊടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം ദുഃഖിക്കുകയും ഖേദിക്കുകയും വിഷമിക്കുകയും ചെയ്തതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിനാവിലൂടെ അറിയാൻ സാധിച്ചു, അദ്ദേഹം കൊടുത്തതായ ആ ധർമ്മം അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി ആയത് കാരണത്താൽ, അവന്റെ നിയ്യത്ത് വളരെ ക്ലിയർ ആയത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നിട്ട് സ്വീകരിച്ചു എന്നതിലേക്ക് തെളിവായിട്ട് അദ്ദേഹം കൊടുത്തതായ ആ ധർമ്മത്തിലൂടെ ആ വ്യഭിചാരിണിയായ സ്ത്രീ ആ വ്യഭിചാരത്തിൽ നിന്നിട്ട് മോചിക്കുവാനും രക്ഷപ്പെടുവാനും ഇഫത്തോടുകൂടി മര്യാദയോടുകൂടി ജീവിക്കുന്നവളായി മാറുവാനും ആ വ്യക്തി കൊടുത്തതായ ആ ധർമ്മം അത്രയും ആത്മാർത്ഥതയോടുകൂടി ആയത് കാരണത്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു എന്നും, രണ്ടാമത്തെ വ്യക്തി ധർമ്മം ചെയ്യുന്ന വ്യക്തി ആയിരുന്നില്ല, അദ്ദേഹം സമ്പത്തുള്ള വ്യക്തി ആയതോടുകൂടി, പക്ഷേ അദ്ദേഹം ഈ കാശ് വാങ്ങിയതോടുകൂടി അവ്യക്തമായി ഇദ്ദേഹം കൊടുത്ത കാശിനെ ആ വ്യക്തി വാങ്ങിയതോടുകൂടി ഇദ്ദേഹം ഞാൻ ധർമ്മം ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ, ഞാൻ ധർമ്മം ചെയ്യേണ്ടവനല്ലേ എന്നത് ഓർക്കുവാനും അത് കാരണത്താൽ അദ്ദേഹം ധർമ്മം ചെയ്യുന്ന ആളായി മാറുവാനും അത് അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ്. അതുപോലെ തന്നെ കക്കുന്ന വ്യക്തി ഈ ധർമ്മം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കളവിൽ നിന്നിട്ട്, കക്കുന്ന കളവിൽ നിന്നിട്ട് പിന്നെ മോചിക്കാൻ അത് അവനെ സഹായിച്ചു എന്നും ഉള്ള സംഭവത്തെ, മുമ്പുള്ള ഉമ്മത്തുകളിൽ നടന്നതായ സംഭവത്തെ ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ഇതെല്ലാം നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നിയ്യത്ത് എന്നത് വളരെ ക്ലിയർ ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ ക്ലിയർ ആവുക എന്നതിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് മക്ക ഇമാം ഈ വിശദീകരണങ്ങൾ നൽകുന്നത്. അഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി എന്ന പദപ്രയോഗം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് പ്രതിഫലം ലഭിക്കണമെന്ന് ഞാൻ നിയ്യത്ത് ചെയ്യാറുണ്ട്. ഏതുപോലെ എന്റെ ഉണർച്ചയിൽ ചെയ്യുന്ന അമലുകളിലെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന് നിയ്യത്ത് ചെയ്യും പോലെ. അപ്പോൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിയാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്ക് അവൻ എന്തായി മാറുന്നു? പ്രതിഫലം ലഭിക്കുന്നതായിട്ട് മാറുന്നു. എന്തിലൂടെ? അവന്റെ നല്ല നിഷ്കളങ്കതയുള്ള ആ നിയ്യത്തോടുകൂടി എന്നർത്ഥം. എന്തുകൊണ്ട് സത്യവിശ്വാസി ഉറങ്ങുന്നത്? സുബഹിക്ക് ഉണരണം, തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ചെല്ലേണ്ടത് ചെല്ലിയും കൊണ്ട് ഉറങ്ങണം. അങ്ങനെ അവന്റെ ഉറക്കിന് ആസകനം ഇസ്ലാമീകരിക്കാൻ അവന് നിയ്യത്തിലൂടെ സാധിക്കുന്നു എന്നർത്ഥം. ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നാം കഴിഞ്ഞ പല ക്ലാസുകളിലും ഉണർത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വല്ലരും കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന, കൃത്യമായി രാത്രി ഹയാത്താക്കുന്ന വിഭാഗം, അതുപോലെ തന്നെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന വിഭാഗം, കൃത്യമായി 5 വക്ത് നമസ്കരിക്കുന്ന വിഭാഗം, കൃത്യമായി നോമ്പ് പിടിക്കേണ്ട സമയത്ത് നോമ്പ് പിടിക്കുന്ന വിഭാഗം, അങ്ങനെയുള്ളവരൊക്കെ വല്ല കാരണത്താൽ ഇത്തരം അമലുകൾക്ക് വല്ല തടസ്സം വന്നു പോയാൽ ആ കാരണങ്ങൾ ഒന്നിരിക്കലോ യാത്ര, അല്ലെങ്കിൽ രോഗം, ഇപ്പോൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ നിന്നിട്ട് രോഗം പിടിച്ചവർക്ക്, പ്രത്യേകിച്ച് ഈ കൊറോണ പ്രശ്നത്തിൽ പെട്ടുപോയതായ പല നമ്മുടെ
സുഹൃത്തുക്കൾ പ്രയാസത്തിൽപ്പെടുന്നവരുണ്ട്. ആ ദിവസങ്ങളെല്ലാം അവർക്ക് ഇത് അനുഭവപ്പെടുന്നുമുണ്ട്. നമസ്കരിക്കാൻ പറ്റിയില്ലല്ലോ, പ്രബോധനം ചെയ്യാൻ പറ്റിയില്ലല്ലോ, നോമ്പ് പിടിക്കാൻ പറ്റിയില്ലല്ലോ, ധർമ്മം ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ ചെയ്തിരുന്നതായ ദിക്റുകളും മറ്റും തസ്ബീഹുകളും എല്ലാം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖബോധവും വീഴ്ചബോധവും അവരിൽ ഉടലെടുക്കാറുണ്ട്. ഇവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്തോഷ വാർത്ത വരുന്നു. അത് ബുഖാരി പൊടിച്ചിരുന്ന ഹദീസിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമുൽ ലൈലിന്റെ പ്രതിഫലം ഖിയാമുൽ ലൈൽ നടത്തുന്ന ആളാണെങ്കിൽ, അതുപോലെ നോമ്പ് പിടിക്കുന്ന ആളാണെങ്കിൽ നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലം, സുന്നത്ത് നോമ്പൊക്കെ നോക്കുന്ന വ്യക്തി സുന്നത്ത് നോമ്പ് യാത്രയിൽ ഒഴിവാക്കേണ്ടി വന്നാൽ നോമ്പ് പിടിച്ച പ്രതിഫലം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിയ്യത്ത് ക്ലിയറായത് കാരണത്താൽ എഴുതുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സന്തോഷ വാർത്ത നൽകിയതായ ഭാഗവും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് എന്ന ആയത്ത് കൂടി മക്ക ഇമാം ഒന്നാമത്തെ ഖുതുബയുടെ സമാപനത്തിൽ ഓതുകയുണ്ടായി. നിങ്ങൾ ചെയ്യുന്നതായ സംഭാഷണങ്ങളും സംസാരങ്ങളും അതിലൊന്നും പ്രയോജനമില്ല എപ്പോഴല്ലാതെ ആ സംസാരങ്ങളും ചർച്ചകളും ഈ സമ്മേളനങ്ങളും കോൺഫറൻസുകളും എല്ലാം ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ഒന്നിരിക്കലോ ജനങ്ങൾക്ക് നന്മ ലഭിക്കുന്ന രൂപത്തിലുള്ള ധർമ്മം അല്ലെങ്കിൽ നന്മ വ്യാപകമാക്കുക, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മ വിരോധിക്കുക, അപ്രകാരം തന്നെ ജനങ്ങൾ പരസ്പരം വക്കാണത്തിലോ പ്രയാസത്തിലോ പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ചർച്ചകളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ചർച്ചകളിലൊന്നും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നാം ചെയ്യുന്നതായ ഏത് ചർച്ചകൾ, ഏത് കോൺഫറൻസുകൾ, കമ്മിറ്റികൾ, ഏത് യോഗങ്ങൾ, അതിലെല്ലാം ഉദ്ദേശവും ലക്ഷ്യവും നന്നായിരിക്കണം. അപ്പോൾ മാത്രമേ അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതോടുകൂടി മക്ക ഇമാമിന്റെ വിശദീകരണം വരുന്നത്, നാം നമ്മുടെ അമലുകളിലുള്ളതായ നിയ്യത്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ, അഥവാ ഇപ്പോൾ ഹജ്ജ് വേളയിൽ ഹജ്ജ് സമയത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ നാം കേട്ടിട്ടേ ഇല്ലാത്ത, അടുത്ത കാലഘട്ടങ്ങളിലും കേട്ടിട്ടേ ഇല്ലാത്ത രൂപത്തിൽ ഹജ്ജ് സീസൺ ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സൗദി ഗവൺമെന്റ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ഇക്കൊല്ലം ഹജ്ജ് ചെയ്യാൻ സൗദി ഗവൺമെന്റ് അതിനുള്ള തയ്യാറെടുപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം പരസ്പരം അങ്ങുമിങ്ങും സമ്പർക്കമില്ലാത്ത രൂപത്തിലും ബന്ധമില്ലാത്ത രൂപത്തിലും ദൂരം വിട്ടുനിന്നും ചെയ്യുക എന്നത് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്. കല്ലെറിയുന്ന സ്ഥലത്ത് തിക്ക്, തവാഫ് ചെയ്യുന്ന സമയത്ത് തിക്ക്, എല്ലായിടങ്ങളിലും തിക്കും തിരക്കോട് കൂടിയാണ് ഈ അമല് ചെയ്യാൻ തന്നെ പറ്റുക. അങ്ങനെയുള്ള അമലിനെ ദൂരപ്പെടുത്തിയും കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നത് അതൊരു 1000 പേരെയായിരുന്നാലും വിരോധമില്ല. അത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും ഏകദേശം 10,000-ഓളം പേരോ അതിൽ കൂടുതലോ സൗദി ഗവൺമെന്റ് വിദേശികളിൽ നിന്നിട്ട് 70%, സ്വദേശികളിൽ നിന്നിട്ട് 30% ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തപ്പോൾ അത് ഈ രൂപത്തിൽ ഏർപ്പാട് ചെയ്തതാണ് എന്നതാണ് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ടവർ പ്രഖ്യാപിച്ചത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് വ്യാപകമായി പോകുന്നതായ രോഗം കേരളീയർക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ മുമ്പുണ്ടായിരുന്നതായ ചുറ്റുപാട് പെട്ടെന്ന് മാറേണ്ടി വന്നു. മറ്റുള്ള നാടുകളിൽ നിന്നിട്ടെല്ലാം രോഗം ബാധിച്ചവർ കടന്നു വന്നപ്പോൾ അത് ഇന്ത്യയുടെ അകത്തു നിന്നുള്ളതായ സ്റ്റേറ്റുകളിൽ നിന്നിട്ടും അതുപോലെ തന്നെ മറ്റു ഗൾഫിൽ നിന്നിട്ട് വന്നവരുമെല്ലാം അതിൽ കാരണമായിരിക്കാം. ഏതായാലും അത്രയും പെട്ടെന്ന് വ്യാപകമാകുന്നതായ ഒരു രോഗമാകുമ്പോൾ എങ്ങനെയാണ് ലോക മുസ്ലിങ്ങളെ ക്ഷണിക്കുക? ലോക മുസ്ലിങ്ങളിൽ നിന്നിട്ട് 1, 2, 3 മില്യണുകൾ സാധാരണ ഹജ്ജ് ചെയ്യാറുള്ളവരെ ക്ഷണിക്കുക അതൊരിക്കലും ഉചിതമേ അല്ല എന്നത് സൗദി ഗവൺമെന്റ് തീരുമാനിച്ചതും മുസ്ലിം ലോകം അതിനെ അംഗീകരിച്ചതും ആയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ സന്ദർഭത്തിൽ നിയ്യത്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മക്കത്ത് ചെന്നിട്ട് ഉദഹിയാർക്കണം, മക്കത്ത് നേർച്ചയാക്കിയതായ നേർച്ച വീട്ടണം, മക്കത്ത് ചെന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അവിടെ തവാഫ് ചെയ്യണം, അവിടെ സഈ ചെയ്യണം, അവിടെ മിനയിൽ രാപാർക്കണം, അവിടെ മുസ്ദലിഫയിൽ രാപാർക്കണം, അറഫയിൽ സമ്മേളിക്കണം. അള്ളാഹു നേർക്ക് നേരെ ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ജലാലിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ 1ാം ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അള്ളാഹു അഭിമാനം പറയുന്ന മലക്കുകളോട്, കണ്ടില്ലേ എന്റെ അടിമകൾ ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു മഹാസമ്മേളനം, ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന ആത്മാർത്ഥതയോടുകൂടിയുള്ള നിയ്യത്ത്
ആർക്കുണ്ടായിരുന്നു, ആരൊക്കെ ഒരുങ്ങിയിരുന്നു, ആരൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു, അവർക്കെല്ലാം തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അവർ നിർബന്ധമായി ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ അവർ ഭാവിയിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കതിനു വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അതേ സമയത്ത് അവർക്ക് ഒരുങ്ങിയത് കാരണത്താൽ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് പറയാൻ വേണ്ടിയാണ് മക്ക ഇമാമ് ഈ നീണ്ട മുഖവര നൽകിയത്. നിയ്യത്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന നേട്ടം എന്തൊക്കെയാണ് എന്നതായ ഭാഗം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. അതുപോലെ തന്നെ നാം അതിന്റെ വിശദീകരണം അല്പം മുമ്പ് കേട്ട് കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഹജ്ജ് സീസണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഹജ്ജ് ചെയ്യാൻ വരാത്തവരുമായി ഘടിപ്പിച്ചിട്ടാണ് ഈ മതത്തിന്റെ തശ്രീഅ് വന്നത്, നമുക്കറിയാവുന്നതുപോലെ. അപ്പോൾ ഹജ്ജ് വേളയിൽ ഇവിടെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ തക്ബീർ മുഴക്കുമ്പോൾ, തൽബിയത്ത് മുഴക്കുമ്പോൾ ഹാജിമാര് അതിനോട് ബന്ധമുണ്ടാവാൻ, പ്രവർത്തനത്തിലൂടെ ബന്ധമുണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഅ് വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അയ്യാമു തശ്രീഖ് ദിവസങ്ങളിൽ തക്ബീർ ധ്വനി നാം മുഴക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വരുന്നു. ഒന്നാം ദിവസം തന്നെ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന ഔ അല്ലെങ്കിൽ ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഏത് ദിവസങ്ങളും ഇല്ലേ ഇല്ല അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ അമൽ ചെയ്യുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട ഭാഗമാണ്. ഏതുപോലെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ ചെയ്യുമ്പോൾ കിട്ടുന്നതായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടം പോലത്തെ ഇഷ്ടം മറ്റേത് ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നതേ അല്ല എന്ന പ്രത്യേകത അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വരുമ്പോൾ അതിൽ ലോകത്തിലുള്ള സർവ്വ മുസ്ലിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആജിമാരോട് പങ്കെടുക്കണം, ആജിമാരോട് പങ്കുണ്ടാവണം, കൂറുണ്ടാവണം അമലുകളിൽ എന്ന നിയ്യത്ത് ഹജ്ജിന് വരാൻ സാധിക്കാത്തവരും ഹജ്ജിന് വരാൻ ഉദ്ദേശിക്കാത്തവർക്കും ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഈ വർഷത്തിലും അങ്ങനെ തന്നെ അവരുടെ ക്ലിയറായ ആത്മാർത്ഥതയുള്ള ആ നിഷ്കളങ്കതയോട് കൂടിയുള്ള നിയ്യത്തോടുകൂടി അവർക്ക് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ശറഅ് നമുക്ക് പഠിപ്പിച്ചത്. റസൂലുള്ളാഹിയുടെ തിരുവചനത്തിലൂടെയും അതിനു മുമ്പായി അള്ളാഹുവിന്റെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ കലാമിലൂടെയും വിശുദ്ധ ഖുർആൻ അദീമിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഭാഗങ്ങൾ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ അറഫ ദിവസം നോമ്പിനെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നബി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ഭാഗം, ഒന്നാം ദിവസം തന്നെ നോമ്പ് നോക്കൽ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, അത് മുസ്തഹബാണ് എന്നൊക്കെ പറഞ്ഞത് നാം കേട്ടു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചർച്ച ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ, ചിലരുടെ ഇടയിൽ വാട്സാപ്പിൽ കാണാൻ സാധിച്ചത്. അതിന്റെ ആവശ്യമില്ല. കാരണം റസൂൽ പറഞ്ഞതായി വാക്കിന്റെ അകത്ത് അത് നോമ്പടക്കമുള്ള മാമിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ, ഏത് ദിവസവും ഇല്ലേ ഇല്ല അൽ അമലു സ്സാലിഹ്. ഇത് അൽ ജിൻസാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം. അമലു സ്സാലിഹാത്തിന്റെ ഏത് ഇനങ്ങൾ അതിൽ എന്ത് പെട്ടു? നോമ്പിനെ പുറപ്പെടുവിക്കാൻ പറ്റൂലല്ലോ, നോമ്പ് അമലു സാലിഹാത്തിൽ പെട്ടതല്ലേ. അപ്പോൾ അമലു സാലിഹാത്ത് ഏത് ഇനവും ഈ ദിവസങ്ങളിൽ, അഥവാ ദുൽഹജ്ജ് മാസം 10 ആദ്യത്തെ 10 ദിവസത്തിൽ 1-ാം തീയതി മുതൽക്ക് തന്നെ ഒരാൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞതായ ഹദീസിനകത്ത് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്, അദ്ദേഹം കടക്കുന്നതാണ്. പക്ഷേ ഈ അശ്റ ദുൽഹജ്ജയിൽ പെരുന്നാൾ വരുന്നുണ്ട്, പെരുന്നാൾ നോമ്പ് പിടിക്കാൻ പാടില്ല, അത് വിരോധിക്കപ്പെട്ടതാണ്, ഹറാമാണ്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം വരുന്നുണ്ട്. ആ ദിവസങ്ങളിലും അയ്യാമു അക്ലിൻ വശുർബ്, തിന്നാനും കുടിക്കാനുമുള്ളതായ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ആജിമാര് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് മക്കയിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് തക്ബീർ ധ്വനികളിലൂടെ, തഹ്ലീലിലൂടെ, തസ്ബീഹിലൂടെ, ദിക്റുകളിലൂടെ അല്ലാഹുവിനെ സ്മരിച്ച് അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ചാൻസ് നമുക്ക് ലഭിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ കഴിഞ്ഞു പോയതായ ഒരു വർഷത്തെയും വരാൻ പോകുന്നതായ ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ മുഴുവനും മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി ചെറുദോഷങ്ങൾ മുഴുവനും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പുറത്തു തരുന്നതായ നോമ്പാണ് നമുക്ക് അറഫ ദിവസത്തിൽ ലഭിക്കാൻ പോകുന്നത്. ആ ദിവസം ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ വരുന്നതായ അതേ ദിവസമാണ് അറഫ ദിവസം കേരളത്തിലും. അവിടെ പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമേ വരുന്നില്ല. അപ്പോൾ ആ അറഫ ദിവസത്തിൽ നാം നോമ്പ് പിടിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന നേട്ടം അതും ഇവിടെ സ്മരണീയമാണ്. അവിടെയൊക്കെ വളരെ
വളരെ നന്നായ ക്ലിയറായ നീയത്തോട് നിഷ്കളങ്കതയോട് കൂടി അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ആ പ്രത്യേകത കരഗതമാക്കാൻ വേണ്ടി നാം പാടുപെടുകയും ചെയ്യേണ്ടതാണ്. ഉദ്ഹിയ അറക്കാൻ വേണ്ടി ഉള്ളതായ നിയമം അതിൽപ്പെട്ടതാണ്. ഈ ഉദ്ഹിയ അറക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ അജ്മാർ അറക്കുന്ന അറവിനോട് നമുക്ക് ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു ശൈലിയാണ്. അതും നാം തക്ബീർ ധ്വനികളിലും ദിക്റുള്ളയിലും നാം അജ്മാരോട് പങ്കുചേരുന്നത് പോലെ കൂറിച്ചേരുന്നത് പോലെ നമുക്ക് കൂറിച്ചേരാൻ പറ്റുന്നതായ മറ്റൊരു ഭാഗമാണ് ഉദ്ഹിയ അറക്കുക എന്നത്. അതെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവരുടെ ഷിആറുൽ ഇസ്ലാമിന്റെ ഷാഇറുകളെ ജീവിതത്തിൽ പകർത്തുന്നതിൽ പ്രയാസമുണ്ട് എന്നതിനൊക്കറിയാം. പക്ഷേ അവരുടെ ആ പരിമിതി അനുസരിച്ച്, ആ ഗവൺമെന്റ് അനുവദിക്കുന്ന, ചുറ്റുപാട് അനുവദിക്കുന്ന ആ പരിമിതി അനുസരിച്ചിട്ട് അവരത് ചെയ്താൽ മതി. അവർക്ക് മക്ക ഇമാം പറഞ്ഞതായ ആ നിയ്യത്ത് കാരണത്താൽ അവരുടെ പ്രതിഫലം കുറയുന്നതേ അല്ല. അവർക്ക് ഏത് ചുറ്റുപാടിൽ, ഏത് അന്തരീക്ഷത്തിൽ ആണ് അവർക്ക് ഇപ്പോൾ ജീവിക്കാൻ സാധിച്ചത് എന്നത് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവാണ് അങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയത് നമുക്ക്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതായ അമലുകളെ, അതിലുള്ള വീഴ്ചകളെല്ലാം നികത്തി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതെല്ലാവരും പ്രയാസപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഉദ്ഹിയ അറക്കാൻ വേണ്ടി ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പാടുപെടുക. ഉദ്ഹിയ അറക്കുക എന്നത് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം ഉള്ളതായ ഒരു ബാധ്യതയും ഒരു മുടുക്കാക്കപ്പെട്ട ശക്തിയുള്ള സുന്നത്തുമായ ഭാഗമാണ്. പക്ഷേ അതൊരു മനുഷ്യൻ അവന്റെ മേലിൽ നിർബന്ധമാക്കുമ്പോൾ അഥവാ നേർച്ചയാക്കുമ്പോൾ മാത്രമേ അത് അവന് ഫർളായി മാറുന്നുള്ളൂ, അവന് നിർബന്ധമായി മാറുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ അതിൽ നിന്നിട്ട് അവൻ തിന്നാനും പാടുള്ളതല്ല. പക്ഷേ ഉദ്ഹിയാന്റെ വിധി അജ്മാർ അറക്കുന്ന അറവുകളുടെ അഥവാ അവർ നേർച്ചയാക്കിയ അറവല്ല, അല്ലാത്തതായ അറവുകളുടെ വിധി തന്നെയാണ്. അതുപോലെ ഫൈനായിട്ട് അജ്മാർ അറക്കുന്ന അറവുമല്ല. ഫൈനായിട്ട് അറക്കുന്ന അറവും നേർച്ചയാക്കിയ അറവും അജ്മാരുടെ അറവിനെ അവർക്ക് തിന്നാൻ പാടില്ല എന്നതുപോലെ തന്നെ ഈ ഉദ്ഹിയയെ ഒരാൾ നേർച്ചയാക്കിയാൽ അല്ലെങ്കിൽ വല്ല അറവിനെ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ, ഷിട്ടികൾക്ക് നേർച്ചയാക്കാൻ പാടില്ല. കാരണം നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കിന്റെ ഇനത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നാം നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തിന്നാൻ പാടുള്ളതല്ല. അല്ലാത്ത പക്ഷം നാം ഉദ്ഹിയയെ 3 ഓഹരി വെച്ചിട്ട് ഒരു ഓഹരി നമുക്ക് ഭക്ഷിക്കുകയും മറ്റൊരു ഓഹരി നാം ധർമ്മം ചെയ്യുകയും 3-ാമത്തെ ഓഹരി നാം ഹദിയ ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഭാഗം. അപ്പോൾ ഈ ഉദ്ഹിയ എന്നത് വളരെ വലിയൊരു ഇബാദത്താണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് വേണ്ടി എന്നതുകൊണ്ട് തന്നെ. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഷെട്ടികൾക്ക് വേണ്ടി, മഹാത്മാക്കൾക്ക് വേണ്ടി, സാലിഹ്യങ്ങൾക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി, ബിംബങ്ങൾക്ക് വേണ്ടി എല്ലാം പണ്ട് മക്ക കാഫിര്യങ്ങളും അതിന്റെ പരിസരത്തിലുണ്ടായിരുന്നതായ സത്യനിഷേധികളും അർത്തിരുന്നു. അതിന് ഘടക വിരുദ്ധമായി അല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. അത് പാടുള്ളതല്ല. അറവ് ഇബാദത്താണ്. അതുകൊണ്ട് ഫസല്ലി റബ്ബിക, നിന്റെ റബ്ബിനെ നമസ്കരിക്കുക, റബ്ബിനെ അറക്കുക. അങ്ങനെയുള്ള ഇന്ന സലാത്തി, എന്റെ പ്രാർത്ഥനകളും, നുസുക്കി, എന്റെ നേർച്ച വഴിപാടുകളും അറവുകളും, മഹിയ, എന്റെ ജീവിതവും, മമാത്തി, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പണ്ട് ഇബ്രാഹിം നബി പറഞ്ഞ, പണ്ട് നബിമാർ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലി റബ്ബിക വൻഹർ എന്ന ആ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചതായ ആ അറവ് വിറ്റാക്കുക, അറവ് നടപ്പാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള അറവ്, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായ നേർച്ച, അത് ജീവിതത്തിൽ പകർത്തി നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക, അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നതായ ഒരു മഹാ ഇബാദത്താണ് ഉദ്ഹിയയിലൂടെ മുസ്ലിം ലോകം ബലിപെരുന്നാൾ എന്ന പെരുന്നാളിൽ ചെയ്യുന്നത്. ആ ബലിപെരുന്നാൾ ദിവസത്തിലും അതിന് തൊട്ട 3 ദിവസത്തിലും അവർക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഇബാദത്ത് ഹാജിമാരോട് പങ്കുചേർന്നുകൊണ്ട് മറ്റു മുസ്ലിങ്ങൾ അഥവാ ഹജ്ജ് ചെയ്യാത്ത മുസ്ലിങ്ങൾ ചെയ്യുന്നതായ ഒരു ഇബാദത്തിൽ പെട്ടതാണ് എന്നതാണ് മദീന ഇമാമും ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്. ആ മദീന ഇമാം അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കേണ്ടായി, ദിക്റുള്ളയിൽ പങ്കുചേരുന്നു, അറക്കുന്നതിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുടി കളയാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ശരീരത്തിലുള്ള തോല് വെട്ടാൻ പാടില്ല, അതൊന്നും പാടില്ല എന്ന ആ കൽപ്പന ഹാജിമാർക്കുള്ളതുപോലെ അവരോട് ചെറിയ രൂപത്തിലെങ്കിലും പങ്കുചേരാൻ ഈ ഉദ്ഹിയ അറക്കാൻ തീരുമാനിക്കുന്ന വ്യക്തി ഹിലാല് ദുൽഹിജ്ജ അഥവാ ദുൽഹജ്ജ് മാസം പറന്നു കഴിഞ്ഞാൽ
അങ്ങനെ തീരുമാനിച്ച ഉദ്ഹിയ അർക്കാൻ തീരുമാനിച്ച വ്യക്തി, ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയല്ല, സ്വന്തം വ്യക്തി, ആ ഉടമ എന്ത് ചെയ്യൽ സുന്നത്താണ്, മുടുക്കാക്കപ്പെട്ട ശക്തിയായ സുന്നത്താണ്. അവന്റെ മുടി മുറിക്കാതിരിക്കുക, മുടി വെട്ടാതിരിക്കുക, അതുപോലെ തന്നെ നഖം മുറിക്കാതിരിക്കുക, ശരീരത്തിലുള്ളതായ തോലിനെയും മുറിക്കാതിരിക്കുക. അത് യഥാർത്ഥത്തിൽ ഹാജിമാരോടുള്ളതായ നല്ല നീയത്തോടുകൂടി ഹാജിമാര് ചെയ്യുന്ന അമല് പോലത്തെ അമല് ചെയ്തിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് പ്രതിഫലം നേടിയെടുക്കാൻ, പ്രതിഫലം സമ്പാദിക്കാൻ ഉള്ളതായ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അഥവാ വരാൻ പോകുന്നതായ ദിവസങ്ങളിൽ നാം ചെയ്യാൻ പോകുന്ന അമലുകൾ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ റമദാൻ മാസം അവസാനത്തെ 10 ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കനുസരിച്ചിട്ട് മാമിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ, ഏത് ദിവസവും ഇല്ല ആ ദിവസങ്ങളിൽ സാലിഹായ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അഹബ്ബു ഇലല്ലാഹി, അള്ളാഹിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത് പോലെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിട്ടുകടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നതും. മദീന ഇമാം ഉണർത്തുകയുണ്ടായി, ഹജ്ജ് മാസം 10 ദിവസം അത് ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വെച്ചത് തന്നെ എന്താണ്? ഹജ്ജുൽ അക്ബർ എന്നതാണ്. وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله എന്ന ആയത്ത് ഓതുകയുണ്ടായി മദീന ഇമാം. وأذان من الله, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രഖ്യാപനം, റസൂലിഹി, അല്ലാഹു റസൂലിന്റെ ഭാഗത്തുള്ള പ്രഖ്യാപനം, ഇലന്നാസി, മക്കക്കാർക്ക്, മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക്, യൗമൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജുൽ അക്ബർ ദിവസത്തിൽ അഥവാ പെരുന്നാൾ ദിവസം. അപ്പോൾ പെരുന്നാൾ ദിവസം അത് ഹജ്ജുൽ അക്ബർ എന്ന് അല്ലാഹു പേര് വെച്ചതായ ദിവസമാണ്. എന്താണ് ആ പ്രഖ്യാപനം അവിടെ വന്നത്? അലി ഇബ്നു അബി താലിബാണ് ഈ സൂറത്തു തൗബയിലുള്ളതായ ആയത്തുകളുമായിട്ട് മക്കയിലേക്ക് ഹിജ്റ 9ാമത്തെ വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അയച്ചതായ സന്ദർഭത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അയച്ചത്. ഈ പ്രഖ്യാപനം അവിടെ അവരാണ് നടത്തിയത്. ഈ പ്രഖ്യാപനത്തിൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രഖ്യാപനം, അതാണ് ആ പരസ്യം. അതെന്താണ്? അള്ളാഹുവിന്റെ റസൂലും മുക്തരാണ് ആരിൽ നിന്നിട്ട്? ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നിട്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏത് ഇനങ്ങൾ സമർപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന, അത് മനുഷ്യന്മാർക്കാവട്ടെ, ജിന്നുകൾക്കാവട്ടെ, മലക്കുകളാവട്ടെ, ആർക്കായിരുന്നാലും വിരോധമില്ല. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന വിഭാഗവുമായിട്ട് അള്ളാഹുവിന് ഒരു ബന്ധം ഇല്ല, റസൂലിനും ഒരു ബന്ധം ഇല്ല. അവരുമായുള്ള ബന്ധം മുറിച്ചിരിക്കുകയാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെന്നും കാലകാലമായി നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നതായ ഒരു മഹാ അപകടമാണ് എന്ന പ്രഖ്യാപനമാണ് യൗമുൽ ഹജ്ജിൽ അക്ബറിൽ മക്കയിൽ വെച്ചിട്ട്, മിനയിൽ വെച്ചിട്ട് നടന്നത്. അങ്ങനെയുള്ള അത്രയും പ്രത്യേകതയുള്ള ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, ആദ്യം മക്ക ഇമാം ഓതിയതായ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ നിങ്ങൾ മഅലൂമാത്തുകളായ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹിനെ സ്മരിക്കുക എന്ന ആയത്ത് ഓതിയിട്ടുണ്ട്. ആ ആയത്ത് കൊണ്ട് വിവക്ഷ അത് 1-ാം തീയതി മുതലുള്ളതായ ദിവസങ്ങളാണ്. എന്നാൽ ഈ ആയത്ത് കൊണ്ട് വിവക്ഷ അതേതാണ്? അയ്യാമും മഅദൂദാത്ത്, അത് ദുൽഹജ്ജ് മാസം 10, 11, 12, 13 എന്നീ 4 ദിവസങ്ങളാണ് അയ്യാമും മഅദൂദാത്ത്. ആ അയ്യാമും മഅദൂദാത്തിൽ നമ്മിൽ നിന്നുള്ള ഹാജിമാര് മിനയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ അവിടെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി കൂടുന്നു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ പ്രാർത്ഥന വരെ പഠിപ്പിച്ച ദിവസമാണ്. ആ പ്രാർത്ഥനയിൽ പെട്ടതാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന അർത്ഥവത്തായ അർത്ഥഗാംഭീര്യത ഉൾക്കൊള്ളുന്ന, ഒരു മനുഷ്യൻ ആവശ്യമുള്ള എല്ലാം ഉൾക്കൊണ്ടതായ ആ പ്രാർത്ഥന അതിലുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസം 11, 12, 13 എന്നീ ദിവസങ്ങൾ, അഥവാ മിനയിൽ രാപാർക്കുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിവസങ്ങളിൽ ലോക മുസ്ലിങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്താണ്? അവരെല്ലാം മുഖയ്യദായ മുത്ലഖായ തക്ബീർ ധ്വനികൾ നടത്തിക്കൊണ്ടേയിരിക്കണം. മുഖയ്യദായ തക്ബീർ, അത് നമസ്കാരം കഴിഞ്ഞാലൊക്കെ അള്ളാഹുവിനെ പോഴ്ത്തുക, വാഴ്ത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ മുത്ലഖായ തക്ബീർ, അത് ആ ദിവസങ്ങളിലെല്ലാം ദുൽഹജ്ജ് മാസം 1-ാം തീയതി മുതൽ നാം പറഞ്ഞതുപോലെ തക്ബീർ ധ്വനി
സുന്നികൾ തഹ്ലീല്, തസ്ബീഹ് ഇതെല്ലാം പറഞ്ഞ് പുകഴ്ത്തി അള്ളാഹുവിനെ വാഴ്ത്തി അള്ളാഹുവിന്റെ ആ പ്രത്യേകത പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ബഹുമാനിച്ച് ആദരിച്ച് ഷിട്ടികൾ ഞാൻ ഷിട്ടിയാണ്, നീ ഷിട്ടാവാണ്, നിന്നിലേക്ക് ഞാൻ ആശ്രയിക്കുന്ന ആളാണ്, നിനക്കാരിലേക്കും ആശ്രയിക്കേണ്ടതില്ല എന്ന തത്വം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് സത്യവിശ്വാസികൾ അടുക്കേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതുപോലെ ഉപയോഗപ്പെടുത്തി ശരിക്കും പാശ്ചാത്തപ്പിച്ച് അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കിയതായ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മാഫിൽ അപേക്ഷിക്കുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് നാം കേണപേക്ഷിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്തുകൊണ്ട്? നമ്മുടെ നമസ്കാരങ്ങളിൽ വീഴ്ച വരാൻ കാരണമായി തീർന്നതുപോലെ, നമ്മുടെ പല അമലുകളിലും വീഴ്ച വരാൻ കാരണമായി തീർന്നതുപോലെ ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ നമ്മുടെ ഹജ്ജ് നമുക്ക് വേണ്ടതുപോലെ ഹാജിമാർക്ക് 3 മില്യനും 2.5 മില്യനും ഹാജിമാർ വന്ന് ചെയ്തതായ ആ മഹാശഈറത്തുൽ ഇസ്ലാം അത് ചെയ്യാൻ സാധിക്കാതെ വന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നിട്ടെല്ലാം മോചനം നേടാനും എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധാരണ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് അള്ളാഹുലേക്ക് മടങ്ങാനും നമുക്ക് ചുറ്റുപാട് അള്ളാഹു പെട്ടെന്ന് ഉണ്ടാക്കി തരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം. നാം ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അറഫ ദിവസത്തിൽ പ്രാർത്ഥിക്കണം. അറഫയിൽ പോകുന്ന ഹാജിമാര് ഇക്കൊല്ലം ഹജ്ജ് ചെയ്യുന്നവർ ചുരുക്കമാണെങ്കിൽ അവർ പ്രാർത്ഥിക്കും പോലെ ആ ദിവസങ്ങളിൽ നാം എന്ത് വേണം? നാം ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാടിലെ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശരി അതാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന അത് അറഫ ദിവസത്തിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് ഹാജിമാര് മക്കയിൽ പ്രാർത്ഥിക്കട്ടെ, ഓരോ മുസ്ലിങ്ങളും അവരവരുടെ റൂമിൽ വെച്ചിട്ട്, വീട്ടിൽ വെച്ചിട്ട്, നാട്ടിൽ വെച്ചിട്ട്, പള്ളിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. അവിടെയെല്ലാം ഈ പ്രതിഫലം ലഭിക്കുന്നു. അങ്ങനെയുള്ള ആ ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ആ ദിവസങ്ങളിൽ ലോക മുസ്ലിങ്ങൾ ആസകലം അള്ളാഹുലേക്ക് മടങ്ങണം എന്ന ആ കൽപ്പനയാണ്, എന്ന ആഹ്വാനമാണ് മക്ക ഇമാമും മദീന ഇമാമും പ്രത്യേകിച്ചും സൂചിപ്പിച്ചത്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നാം ഈ ദിവസങ്ങളിൽ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് മടങ്ങുക. എന്നിട്ട് ഈ കൊറോണ യുഗത്തോട് പെട്ടെന്ന് നമുക്ക് വിട വാങ്ങാനുള്ള ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കി തരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൽ പെട്ടുപോയി അപകടത്തിൽ പെട്ടുപോയതായ രോഗികൾക്ക് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു സുഖം നൽകട്ടെ എന്ന്, അവരുടെ രോഗത്തിൽ നിന്ന് മോചനം നൽകട്ടെ എന്ന് അള്ളാഹുനോട് കേണപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അപ്രകാരം തന്നെ അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ, അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടും അന്തരീക്ഷവും അനുസരിച്ചിട്ട് അള്ളാഹുവിന് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുറ്റുപാടും അന്തരീക്ഷവും അറിയുന്ന ആളായതുകൊണ്ട് നമ്മിൽ നിന്നിട്ട് പരിപൂർണ രൂപത്തിൽ നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആണെങ്കിൽ അള്ളാഹു നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കും എന്നതാണ് രത്നച്ചുരുക്കം. ഈ രൂപത്തിൽ നാം കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആക്കി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹുവിനെ സ്മരിക്കണതുപോലെ സ്മരിച്ചു ഓർത്ത് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കണതുപോലെ ആരാധിച്ച് അള്ളാഹു കൽപ്പിച്ച, റസൂൽ കൽപ്പിച്ച എല്ലാ രൂപത്തിലുള്ളതായ ആരാധനകൾ ആരാധിച്ച് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാം കച്ചകെട്ട് പുറപ്പെടുക. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷം അനുസരിച്ച് അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدبيره تدميرا. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.